So next topic is design of purlin. അപ്പോൾ പേർലിൻസിൻ്റെ ഐ സെക്ഷൻ ആൻഡ് ചാനൽ സെക്ഷൻ പേർലിൻസ് ആണ് അതിൻ്റെ ഡിസൈൻ പ്രൊസീജിയർ ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് അതിന് ശേഷം നമ്മൾ ചാനൽ സെക്ഷൻ പേർലിൻ്റെ ഒരു പ്രോബ്ലം കൂടെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്ന ക്ലോസസ് 8.2.1, 8.2.2 ആൻഡ് ക്ലോസ് 5.6.1 ആൻഡ് സെക്ഷൻ 9. സോ ആദ്യത്തെ സ്റ്റെപ്പ് ഐ സെക്ഷൻ്റെയും ചാനൽ സെക്ഷൻ്റെയും സെയിം സ്റ്റെപ്സ് തന്നെയാണ്. അപ്പോൾ ഡിസൈൻ പ്രൊസീജിയറിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഡിറ്റർമിനേഷൻ ഓഫ് സ്ലോപ്പ്. നമ്മൾ റൂഫ് ട്രസ്സിൻ്റെ സ്ലോപ്പ് ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ, സോ സ്ലോപ്പ് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എച്ച് ബൈ സ്പാൻ ബൈ 2. അങ്ങനെയാണെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എച്ച് ബൈ സ്പാൻ ബൈ 2. ഓക്കെ, ഇവിടെ എച്ച് എന്ന് വെച്ചാൽ ദറ്റ് ഈസ് ദ ട്രസ്സിൻ്റെ ഹൈറ്റാണ്, ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് അല്ല, ട്രസ്സിൻ്റെ ഹൈറ്റാണ് സ്മോൾ എച്ച്. ആൻഡ് സ്പാൻ എന്ന് വെച്ചാൽ ഈ ഒരു ട്രസ്സിൻ്റെ സ്പാൻ. ഓക്കെ, അപ്പോൾ ട്രസ്സിൻ്റെ സ്പാനും ട്രസ്സിൻ്റെ ഹൈറ്റും നമുക്ക് വേണം. ഓക്കെ, സോ ഈ രണ്ട് വാല്യൂസും ഉണ്ടെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ദ സ്ലോപ്പ്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് ലോഡ് കാൽക്കുലേഷൻ ആണ്. അപ്പോൾ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് ഷീറ്റിൻ്റെ ലോഡും വേണം, അതുപോലെ തന്നെ പേളിൻ്റെ ലോഡ് വേണം. പിന്നെ ക്വസ്റ്റ്യനിൽ ലൈവ് ലോഡ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈവ് ലോഡും കൂടെ എടുത്തേക്കുക. ഓക്കെ, നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസൈൻ ലോഡ് കാൽക്കുലേഷനിൽ ലൈവ് ലോഡ് എത്ര വേണം അത് സ്ലോപ്പ് അനുസരിച്ച് നമ്മൾ ലൈവ് ലോഡ് കൊടുത്തിരുന്നു. പക്ഷേ നമ്മൾ ഡിസൈൻ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ മാത്രം ലൈവ് ലോഡ് കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ക്വസ്റ്റ്യനിൽ നോക്കുക തരുമോന്ന്, ഇല്ലെങ്കിൽ ലൈവ് ലോഡ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. സോ ഫാക്ടേർഡ് ലോഡ്, അപ്പോൾ നമുക്ക് ഫാക്ടേർഡ് ലോഡ് എന്ന് വെച്ചാൽ 1.5 ഇൻറ്റു ഷീറ്റിൻ്റെ ഡെഡ് ലോഡ് വേണം, അതുപോലെ തന്നെ പേളിൻ്റെ സെൽഫ് വെയ്റ്റ് ആൻഡ് ലൈവ് ലോഡ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടെ സമ്മാണ് ടോട്ടൽ ലോഡ്. ടോട്ടൽ ലോഡിനെ ഫാക്ടേർഡിലാക്കുക. അപ്പോൾ നമുക്ക് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിൻ്റെ ടേംസിലായിരിക്കും ഈ ഒരു വാല്യൂ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ പെർ മീറ്ററിൽ എത്രയാണെന്ന് നോക്കുക. അപ്പോൾ പെർ മീറ്ററിലെ വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു പേളിൻ്റെ സ്പേസിങ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, പേളിൻ്റെ സ്പേസിങ് എന്ന് വെച്ചാൽ പേളിൻസ് ഇങ്ങനെയായിരിക്കും പോകുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് സ്പേസിങ്. ഓക്കെ, ആൻഡ് ട്രസ്സിൻ്റെ സ്പേസിങ് എന്ന് വെച്ചാൽ ട്രസ് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. ഇതൊരു ട്രസ്സ്, ഇത് സെക്കൻഡ് ട്രസ്സ്. ഓക്കെ, അപ്പോൾ ട്രസ്സിൻ്റെ സ്പേസിങ് എന്ന് പറഞ്ഞാൽ ഇത്. ഓക്കെ, ദിസ് ഈസ് ദ സ്പേസിങ് ഓഫ് ട്രസ്. ഓക്കെ, സ്പേസിങ് ഓഫ് ട്രസ്. അതുപോലെ തന്നെ നമ്മൾ പേളിൻ ഡിസൈൻ ചെയ്യുമ്പോൾ ഇത്രയും ലെങ്ത് ആണ് എടുക്കുന്നത്, ഈ ഒരു ലെങ്ത് ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെങ്ത് എന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ബി സ്പേസിങ് ഓഫ് ട്രസ്. അറ്റ് ദ സെയിം ടൈം ദിസ് ഈസ് ദ സ്പാൻ ഓഫ് പേളിൻ. പേളിൻ്റെ സ്പാനും ഇത് തന്നെയാണ്. ഓക്കെ, ആൻഡ് പേളിൻ തമ്മിലുള്ള സ്പേസിങ് ആണ് ഈ ഒരു ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ പേളിൻ്റെ സ്പേസിങ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. സോ വി ഗെറ്റ് കിലോ ന്യൂട്ടൺ പെർ മീറ്ററിലുള്ള ഒരു ലോഡ് വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു റൂഫ് ഇൻക്ലൈൻഡ് ആയിട്ടുള്ളൊരു മെമ്പറാണ്, റൈറ്റ്. അപ്പോൾ ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ളൊരു മെമ്പറാണ്. അപ്പോൾ ഇതിൽ ആക്ട് ചെയ്യുന്ന ലോഡെന്ന് വെച്ചാൽ ഡൗൺവേർഡ് ഗ്രാവിറ്റിയുടെ ഡയറക്ഷനിലായിരിക്കും നമ്മൾ ലോഡ് കാൽക്കുലേറ്റ് ചെയ്തത്, ഡെഡ് ലോഡ്. ഇനി ഇതിന് നമ്മൾ റൂഫിൽ നോർമലായിട്ടും അതുപോലെ തന്നെ റൂഫിന് പാരലലായിട്ടും, ഓക്കെ, ഷീറ്റിന് നോർമലായിട്ടും പാരലലായിട്ടും രണ്ട് കമ്പോണൻസ് ആക്കി എടുക്കുക. അപ്പോൾ ഇതാണ് ലോഡ്. ഈ ലോഡിനെ രണ്ട് കമ്പോണൻസ് ആക്കി എടുക്കുക. നമുക്കിങ്ങനെ രണ്ട് കമ്പോണൻസ് ആക്കാം. അതായത് ഒന്ന് പാരലൽ ടു ദ ഷീറ്റ് ആൻഡ് വൺ ഇസ് നോർമൽ ടു ദ ഷീറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രണ്ട് കമ്പോണൻസ് ആക്കി എടുക്കുക. അപ്പോൾ ഈ ആംഗിൾ തീറ്റ, ഇത് തീറ്റ ആണെങ്കിൽ ഈ ഒരു ആംഗിളും തീറ്റ ആയിരിക്കും. ഓക്കെ, സോ വാട്ട് വിൽ ദിസ് ബി? W ഇൻറ്റു കോസ് തീറ്റ ആൻഡ് ദിസ് ഇസ് W ഇൻറ്റു സൈൻ തീറ്റ. ഓക്കെ, W കോസ് തീറ്റ എന്നും W സൈൻ തീറ്റ എന്നും രണ്ട് ടേംസ് കിട്ടും. ക്ലിയർ? സോ W കോസ് തീറ്റ ആൻഡ് W സൈൻ തീറ്റ. സോ ലോഡ് നോർമൽ ടു ഷീറ്റ് അത് നമുക്ക് WZ എന്നെടുക്കാം. ലോഡ് നോർമൽ ടു ഷീറ്റ് WZ എന്നെടുക്കാം. ഓക്കെ, അതായത് ഈ ഒരു ഷീറ്റിന് നോർമലായിട്ട് വരുന്ന ലോഡ്. ഓക്കെ, സോ W കോസ് തീറ്റ എന്ന് വരും. ആൻഡ് ലോഡ് പാരലൽ ടു ഷീറ്റ്
അത് ഇത്. ഓക്കെ, ഈ ഒരു ലോഡ് ഷീറ്റിന് പാരലായിട്ടുള്ള ലോഡ് W സൈൻ തീറ്റ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കമ്പോണൻസ് വേണം നമുക്ക് എടുത്തിട്ട് ചെയ്യാനായിട്ട്. സോ ഈ ഒരു സ്റ്റെപ്പും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യുക, സെക്കൻഡ് സ്റ്റെപ്പ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ലോഡിന് kN per meter സ്ക്വയറിനുള്ളത് kN per മീറ്ററിലേക്കാക്കാൻ സ്പേസിംഗ് ഓഫ് പേളിൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ടോട്ടൽ ലോഡ് നമ്മൾ 2 കമ്പോണൻസ് ആക്കണം. വൺ ഈസ് കമ്പോണൻറ്റ് നോർമൽ ആൻഡ് അതർ ഈസ് കമ്പോണൻറ്റ് പാരലൽ ടു ഷീറ്റ്. ഓക്കെ, അടുത്തത് സ്റ്റെപ്പ് 3. നമ്മൾ ലോഡ് കാൽക്കുലേഷൻ കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്പാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 2 ടേംസ് വരുന്നുണ്ട്. ഇവിടെ 2 കമ്പോണൻസ് ഉള്ളത് കൊണ്ട് ബെൻഡിങ് മൊമെൻറ്റിലും അതുപോലെ ഷിയർ ഫോഴ്സിലും ഇവിടെ 2 കമ്പോണൻസ് വരും. ഓക്കെ, അതായത് MZ MY ആൻഡ് FY ആൻഡ് FZ. അപ്പോൾ അങ്ങനെ 2 കമ്പോണൻറ്റ് വരും. സോ MZ എന്ന് വെച്ചാൽ WZ ഇൻറ്റു L²/8. സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ L²/8 ആൻഡ് MY ഈസ് ഈക്വൽ ടു WY ഇൻറ്റു L²/8. അതുപോലെ MZ എന്ന് വെച്ചാൽ WZ ഇൻറ്റു L²/10 ആൻഡ് MY ഈസ് ഈക്വൽ ടു WY ഇൻറ്റു L²/10 ഫോർ കണ്ടിന്യൂസ് ബീം. ഓക്കെ, അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡിനും കണ്ടിന്യൂസ് ഏതാണോ തന്നിരിക്കുന്നത്, തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം അസ്യൂം ചെയ്യണം. ഓക്കെ, അതേപോലെ FZ ആൻഡ് FY. സോ FZ WL/2 ആൻഡ് FY WYL/2. ഓക്കെ, സോ ഇതാണ് ബെൻഡിങ് മൊമെൻറ്റിൻ്റെയും ഷിയർ ഫോഴ്സിൻ്റെയും ഇക്വേഷൻസ്. അടുത്തത് സെലക്ഷൻ ഓഫ് സെക്ഷൻ. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് സെലക്ഷൻ ഓഫ് സെക്ഷൻ. അപ്പോൾ സെക്ഷൻ നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് ISMC ചാനൽ സെക്ഷൻ ആണെങ്കിൽ ISMC 125ക്കാളും ഗ്രേറ്റർ അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള സെക്ഷൻ വേണം എടുക്കാൻ. I സെക്ഷൻ ആണെങ്കിൽ ISMB 150യേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ളയോ ഈക്വൽ ആയിട്ടുള്ള സെക്ഷൻ വേണം എടുക്കാൻ. ഓക്കെ, അതായത് ആ ഡെപ്താണ് 125. ചാനൽ സെക്ഷൻ ആണെങ്കിൽ മിനിമം 125 ഡെപ്ത് വേണം ആൻഡ് I സെക്ഷൻ ആണെങ്കിൽ മിനിമം 150 mm ഡെപ്ത് വേണം. ഓക്കെ, സോ അതാണ് സെലക്ഷൻ ഓഫ് സെക്ഷൻ. നെക്സ്റ്റ് ഈസ് ചെക്ക് ഫോർ ഷിയർ. ചെക്ക് ഫോർ ഷിയർ ഇവിടെ നമ്മൾ പ്രീവിയസ് മൊഡ്യൂളിൽ ചെയ്ത പോലെ തന്നെയാണ്, ആ ഒരു കോഡിൽ നിന്ന് തന്നെയാണ് എടുക്കേണ്ടത്. ക്ലോസിൽ നിന്നാണ്. ദാറ്റ് ഈസ് VD ഈസ് ഈക്വൽ ടു AFY/√3 ഗാമ M0 എന്നുള്ളൊരു ഇക്വേഷൻ എടുത്തിരുന്നു. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് എടുക്കേണ്ട ഇക്വേഷൻ. നമ്മുടെ ബേസ് ഇക്വേഷൻ അത് തന്നെയാണ്, പക്ഷേ ഷിയർ ഏരിയയ്ക്ക് മാറ്റം വരുന്നുണ്ട്. ഓക്കെ, സോ ബേസ് ഇക്വേഷൻ ഇവിടെ VD എന്നല്ല, VD 2 കമ്പോണൻസ് വരുന്നുണ്ട്, VDZ ആൻഡ് VDY. അപ്പോൾ നമ്മൾ VDZ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് FYയേക്കാളും ഗ്രേറ്റർ ആണെന്ന് കാണിക്കണം. അതുപോലെ VDZ കാൽക്കുലേറ്റ് ചെയ്തിട്ട് FZനേക്കാളും ഗ്രേറ്റർ ആണെന്ന് കാണിക്കണം. VDY കാൽക്കുലേറ്റ് ചെയ്തിട്ട് FYയേക്കാളും ഗ്രേറ്റർ ആണെന്ന് കാണിക്കണം. എങ്കിൽ ആണ് സെക്ഷൻ സേഫ്. ഓക്കെ, അഗെയിൻ ഈ VDZും VDYയും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും നോക്കാം. VDZ എന്ന് വെച്ചാൽ നമ്മൾ നോർമലി കാൽക്കുലേറ്റ് ചെയ്യുന്ന H ഇൻറ്റു TW. ഓക്കെ, ഷിയർ ഏരിയ H ഇൻറ്റു TW എടുക്കുക ഫോർ VDZ. അതായത് മേജർ ആക്സിസ് ബെൻഡിങ്, Z ആക്സിസ് ബെൻഡിങ് മേജർ ആക്സിസ് ബെൻഡിങ് ആയിട്ടും VDY എന്നുള്ളത് മൈനർ ആക്സിസ് ബെൻഡിങ്. ഓക്കെ, അപ്പോൾ മൈനർ ആക്സിസ് ബെൻഡിങ്ങിൽ നമ്മൾ ഈ ഫ്ലാഞ്ചിൻ്റെ ഏരിയയാണ്, ഷിയർ ഏരിയ എന്ന് വെച്ചാൽ ഫ്ലാഞ്ചിൻ്റെ ഏരിയ ആണ് എടുക്കേണ്ടത്. സോ 2 ഇൻറ്റു, ഇപ്പോൾ 2 ഫ്ലാഞ്ചസ് ഉണ്ട്, സോ 2 ഇൻറ്റു P ഇൻറ്റു TF വരും ഷിയർ ഏരിയ. ഓക്കെ, ബാക്കിയെല്ലാം സെയിം തന്നെ. FY 250/√3 ഗാമ M0 1.1. സോ അതാണ് ഇവിടെ വരുന്ന ഡിഫറൻസ്. അതേപോലെ നെക്സ്റ്റ് സ്റ്റെപ്പ് സെക്ഷൻ ക്ലാസിഫിക്കേഷൻ. നമ്മൾ സെക്ഷൻ ക്ലാസിഫൈ ചെയ്യുക, ഏത് സെക്ഷൻ ആണെന്ന് നോക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് 2 കാര്യങ്ങളാണ് വേണ്ടത്, B/TFും D/TWയും. സോ B/TF ആൻഡ് D/TW കാൽക്കുലേറ്റ് ചെയ്യുക. സെക്ഷൻ പ്രിഫറബിളി ചൂസ് ചെയ്യുക, ഏറ്റവും അൺഫേവറബിൾ ആയിട്ടുള്ള സെക്ഷൻ വേണം ചൂസ് ചെയ്യാനായിട്ട്. ഓക്കെ,
സോ ദെൻ നെക്സ്റ്റ് ഇസ് ചെക്ക് ഫോർ മൊമെൻറ്റ്. മൊമെൻറ്റ് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എം ഡി ഇസഡ് ആൻഡ് എം ഡി വൈ. ഓക്കെ, ഇവിടെ എം ഡി ഇസഡും എം ഡി വൈ ഉണ്ട്. സോ എം ഡി ഇസഡ് എന്ന് വെച്ചാൽ ഇസഡ് പി ഇസഡ് കാൽക്കുലേറ്റ് ചെയ്യണം. എം ഡി വൈ എന്ന് വെച്ചാൽ ഇസഡ് പി വൈ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ ഇസഡ് പി ഇസഡിൻ്റെ വാല്യൂ നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടും. ഇസഡ് പി ഇസഡ് വാല്യൂ നോർമലി കിട്ടുന്നത് പോലെ തന്നെ. പക്ഷേ ഇസഡ് പി വൈ വാല്യൂ കിട്ടണമെങ്കിൽ അതിന് നമ്മൾ സെക്ഷൻ മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്യണം. പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ഓഫ് ഈ ഒരു ഫ്ലാഞ്ചിൻ്റെ പോർഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ആൻഡ് അതിൻ്റെ ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ടി എഫ് ഇൻറ്റു ബി സ്ക്വയർ ബൈ 2. സോ ബി സ്ക്വയർ ടി എഫ് ബൈ 2 അതാണ് ഇസഡ് പി വൈ. ഇസഡ് പി ഇസഡ് ഡയറക്ട്ലി ഫ്രം കോഡ്. ഓക്കെ, എന്നിട്ട് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ എം ഡി ഇസഡ് വാല്യൂ 1.2 ഇസഡ് ഇ എഫ് ഇ ബൈ ഗാമ എം നോട്ടിനേക്കാളും ലെസ്സർ ആണെന്ന് കാണിക്കുക. ആൻഡ് അതുപോലെ തന്നെ ഈ എം ഡി ഇസഡ് ഷാൽ ബി എം ഡി ഇസഡ് ഷാൽ ബി ഗ്രേറ്റർ ദാൻ എം ഇസഡ് ആൻഡ് എം ഡി വൈ ഷാൽ ബി ഗ്രേറ്റർ ദാൻ എം വൈ. ഓക്കെ, ഇതും പ്രൂവ് ചെയ്യണം. ക്ലിയർ? അതുപോലെ അപ്പോൾ ഇത് ഏത് ക്ലോസിൽ നിന്ന് 8.2.1 ആൻഡ് 8.2.2 നിന്നാണ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻസ് കിട്ടുക. ഓക്കെ, സോ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻസ് കിട്ടിക്കഴിഞ്ഞിട്ട് ഈ ഒരു ഇക്വേഷൻ കൂടെ നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, ഇത് സെക്ഷൻ 9 തന്നിട്ടുണ്ട്. സെക്ഷൻ 9 ഈ ഒരു ഇക്വേഷൻ ഉണ്ട്. സോ അതായത് എം ഇസഡ് ബൈ എം ഡി വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത ബെൻഡിങ് മൊമെൻറ്റ് ഡിവൈഡഡ് ബൈ അതിൻ്റെ കറസ്പോണ്ടിങ് എം ഡി ഇസഡ് ഡിസൈൻ മൊമെൻറ്റ്, അതുപോലെ എം വൈ ഡയറക്ഷനിലുള്ള ഡിസൈൻ മൊമെൻറ്റും അതിൻ്റെ വൈ ഡയറക്ഷനിലുള്ള ബെൻഡിങ് മൊമെൻറ്റും ഡിവൈഡഡ് ബൈ അതിൻ്റെ കറസ്പോണ്ടിങ് ഡിസൈൻ മൊമെൻറ്റ്. ഇതിൻ്റെ സം എന്ന് വെച്ചാൽ ദറ്റ് ഷാൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ വി ക്യാൻ സേ ദ ബെൻഡിങ് മൊമെൻറ്റ് അത് സേഫ് ആണെന്ന്, ഡിസൈൻ മൊമെൻറ്റ് സേഫ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതായിരുന്നു പ്രീവിയസ് സ്റ്റെപ്പ്. സോ മൊമെൻറ്റ് ചെക്ക് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് വിൻഡ് സക്ഷൻ. വിൻഡ് സക്ഷൻ ചെക്ക് ചെയ്യണം. ഓക്കെ, സോ വിൻഡ് കാരണം നമ്മൾ പറഞ്ഞു പ്രഷർ ഉണ്ടാകും. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ചെക്ക് ചെയ്യണം. അപ്പോൾ വിൻഡ് എപ്പോഴും ആക്ട് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലായിരിക്കും? ഓക്കെ, ഇതൊരു പേർലിൻസ് ഇങ്ങനെ പോവാണ്, റൈറ്റ്? അപ്പോൾ വിൻഡ് ആക്ട് ചെയ്യുന്നത്, വിൻഡിൻ്റെ ആ ഒരു അൺഫേവറബിൾ ആയിട്ടുള്ള ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഇതിന് നോർമലായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇതിൻ്റെ ലോഡ് നോർമൽ ടു ഷീറ്റിങ്ങും ലോഡ് പാരലൽ ടു ഷീറ്റിങ്ങും ഉണ്ട്, റൈറ്റ്? വിൻ ലോഡ് ആക്ട് ചെയ്യുന്നത് ഈ നോർമലായിട്ടാണ്. ഇതാണ് ഡെഡ് ലോഡ്, റൈറ്റ്? സോ ദിസ് ഈസ് ഡെഡ് ലോഡ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും വിൻ ലോഡ് ആക്ട് ചെയ്യുക. അതുകൊണ്ടാണ് ഇവിടെ മൈനസ് വരുന്നത്. ഓക്കെ, സോ ചെക്ക് ഫോർ വിൻഡ് സക്ഷൻ. സോ അപ്പോൾ വിൻഡിൻ്റെ ഏത് കമ്പോണൻ്റാണ് എടുക്കേണ്ടത്? മൈനസ് WL ആൻഡ് ദറ്റ് ഇസ് അത് എവിടെയായിരിക്കും ആക്ട് ചെയ്യുന്നത്? പേളിന് ഓപ്പോസിറ്റ് ആയിട്ട്, നോർമലായിട്ടായിരിക്കും, ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും. അതുകൊണ്ടാണ് -W പ്ലസ് DL കോസ് തീറ്റ. അപ്പോൾ ഈ ഒരു കമ്പോണൻറ്റ്, നോർമൽ കമ്പോണൻറ്റ് എന്തായിരുന്നു? DL കോസ് തീറ്റ. W കോസ് തീറ്റ അല്ല, ഇവിടെ DL ആണ് എടുക്കേണ്ടത്. കാരണം നമ്മൾ ലോഡ് കോമ്പിനേഷൻ എടുക്കുമ്പോൾ ഡെഡ് ലോഡ്, ലൈവ് ലോഡ് അല്ലെങ്കിൽ ഡെഡ് ലോഡ് പ്ലസ് വിൻ ലോഡ് ആണ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ലൈവ് ലോഡിൻ്റെ കമ്പോണൻറ്റ് എടുക്കേണ്ട, ഡെഡ് ലോഡ് ഇൻറ്റു കോസ് തീറ്റ. ക്ലിയർ അല്ലേ? അതേപോലെ ലോഡ് പാരലൽ ടു ഷീറ്റിംഗ്. ലോഡ് പാരലൽ ടു ഷീറ്റിങ്ങിൽ DL സൈൻ തീറ്റ. സോ ഇതായിരിക്കും WZും WYയും. ഓക്കെ, അഗെയിൻ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ MDZ കാൽക്കുലേറ്റ് ചെയ്യുക. MDZ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമ്മൾ MDZ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആസ് പെർ 8.2.2 ആസ് പെർ ക്ലോസ് 8.2.2 വെച്ചിട്ടാണ്. ഓക്കെ, അതായത് നമ്മളൊരു ഗ്രാഫ് മെത്തേഡാണ് ഇതിലെടുക്കേണ്ടത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ
കഴിഞ്ഞ മൊഡ്യൂളിൽ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 8.2.2 ക്ലോസിൽ ഡയറക്റ്റ് ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തായിരുന്നു ചെയ്തത്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഗ്രാഫിക്കൽ മെത്തേഡിൽ ചെയ്യാം. ഓക്കെ, സോ ഇതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ MDZ ഇസ് ഈക്വൽ ടു ബീറ്റ ബി ഇസഡ് പി ഇസഡ് FBD. ഇവിടെ നമുക്ക് വേണ്ട വാല്യൂ FBDയുടെ വാല്യൂ ആണ്. ഓക്കെ, സോ ഈ FBDയുടെ വാല്യൂ വേണമെങ്കിൽ അതിന് നമ്മൾ FCR ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. FCR കിട്ടുന്ന എവിടെ നിന്ന്? ടേബിൾ 40ൽ നിന്ന് FCRൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ FCRൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ KL/R ആൻഡ് H/TF എന്ന രണ്ട് വാല്യൂസ് വേണം. അപ്പോൾ ഈ രണ്ട് വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള FCR വാല്യൂ നമുക്ക് ടേബിൾ 40ൽ നിന്ന് ഇൻ്റർപോളേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ കെയുടെ വാല്യൂ, കെയ്ക്ക് കൊടുക്കേണ്ട വാല്യൂ 1.2 എന്നാണ്. ആൻഡ് ചാനൽ സെക്ഷൻ ആണെങ്കിൽ 1.2, ഐ സെക്ഷൻ ആണെങ്കിൽ 1. അതുപോലെ L എന്ന് വെച്ചാൽ സ്പാൻ ആണ്, പേളിൻ്റെ സ്പാൻ. ഓക്കെ, ഈ ഡിസ്റ്റൻസ് ആണ് L. നമ്മൾ നേരത്തെ WL²/8ലും ഈ L എന്ന് വെച്ചാൽ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് L. ഓക്കെ, അതായത് സ്പാൻ ഓഫ് പേളിൻ അല്ലെങ്കിൽ സ്പേസിംഗ് ഓഫ് ട്രസ്. Then we have to calculate FBD from table 13 and MDY is same as above. Okay, അപ്പോൾ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത സെയിം രീതിയിലാണ് MDY കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ZPY വെച്ചിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ കിട്ടിയ വാല്യൂ സെയിം തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ഇവിടെ. എന്നിട്ട് we have to again prove MZ/MDY, MZ/MDZ plus MY/MDY is less than or equal to 1 എന്ന് പ്രൂവ് ചെയ്യണം. നെക്സ്റ്റ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഡിഫ്ലക്ഷൻ ചെക്ക് ചെയ്യുക. അത് നമ്മൾ യൂഷ്വലി ചെക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ പെർമിസിബിൾ വാല്യൂ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, സോ പെർമിസിബിൾ വാല്യൂ എന്ന് വെച്ചാൽ L/150 ആണ് ഫോർ പേർലിൻസ്. ഓക്കെ, പേർലിൻസിന് L/150. ദെൻ ഇവിടെ ഈ W എന്ന് വെച്ചാൽ WZ വാല്യൂ ആണ്. അതായത് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്ത WZ വാല്യൂ ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ആൻഡ് I എന്ന് വെച്ചാൽ IZZ. നമ്മൾ ചൂസ് ചെയ്ത സെക്ഷൻ്റെ IZZ വാല്യൂ നിങ്ങൾക്ക് SP6ൽ നിന്ന് കിട്ടും. അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ പെർമിസിബിൾ ഡിഫ്ലക്ഷൻ ആൻഡ് മാക്സിമം ഡിഫ്ലക്ഷൻ. പെർമിസിബിൾ വാല്യൂവിനേക്കാളും കുറവായിരിക്കണം ഈ മാക്സിമം വാല്യൂ. ഓക്കെ, ദെൻ ഇറ്റ് വിൽ ബി സേഫ്. സോ പ്രോബ്ലം നോക്കാം. ഈ സെയിം സ്റ്റെപ്സ് തന്നെയാണ് പ്രോബ്ലത്തിലുള്ളത്. ഇതൊരു ചാനൽ സെക്ഷൻ പേളിൻ്റെ ഡിസൈനാണ്. ഓക്കെ, സോ ഡിസൈൻ ചാനൽ സെക്ഷൻ പേളിൻ ടു ബി പ്ലേസ്ഡ് അറ്റ് 1.4 meter ഡിസ്റ്റൻസ് ഇൻ എ സിമെട്രിക് ട്രസ് ഓഫ് സ്പാൻ 20 meter ആൻഡ് ഹൈറ്റ് 5 meter. ഓക്കെ, അപ്പോൾ ഇവിടെ 1.4 meter ഡിസ്റ്റൻസ്. അപ്പോൾ ഇത് പേളിൻ്റെ ഡിസ്റ്റൻസ് ആണ്. പേളിൻ ടു ബി പ്ലേസ്ഡ് അറ്റ് 1.4 ഡിസ്റ്റൻസ്. അപ്പോൾ പേളിൻ്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 1.4. ഇൻ എ സിമെട്രിക് ട്രസ് സിമെട്രിക് ആണ്, ഓഫ് സ്പാൻ 20 meter ആൻഡ് ഹൈറ്റ്. ഓക്കെ, അപ്പോൾ ട്രസ്സിൻ്റെ കാര്യമാണ് പിന്നെ പറയുന്നത്. ഓഫ് ട്രസ് ഓഫ് സ്പാൻ 20 meter. ട്രസ്സിൻ്റെ സ്പാൻ 20 meterഉം ട്രസ്സിൻ്റെ ഹൈറ്റ് 5 meterഉം. ഓക്കെ, ആൻഡ് വിച്ച് ആർ സ്പേസ്ഡ് അറ്റ് 4.5 meter സെൻറ്റർ ടു സെൻറ്റർ. അപ്പോൾ ഈ ട്രസ്സിൻ്റെ സ്പേസിങ്, അപ്പോൾ ഇവിടെ വേറൊരു ട്രസ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രസ്സിൻ്റെ സ്പേസിങ് 4.5. ഓക്കെ, അപ്പോൾ ഈ 4.5 തന്നെയായിരിക്കും പേളിൻ്റെ സ്പാനും. Okay, so 4.5. The purlins are to resist a weight of sheet including bolt 171 Newton per meter square and wind load 1.2 kilonewton per meter square. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഡെഡ് വെയ്റ്റ് തന്നിട്ടുണ്ട്, ഡെഡ് ലോഡ് ഓഫ് ഷീറ്റ് തന്നിട്ടുണ്ട്. ആൻഡ് ഓക്കെ, സോ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡെഡ് ലോഡും തന്നിട്ടുണ്ട്, വിൻഡ് ലോഡും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഡെഡ് ലോഡ് ഓഫ് ഷീറ്റ് മാത്രമാണ് തന്നിരിക്കുന്നത്. നമുക്ക് പേളിനും കൂടെ നമ്മൾ ഒരു വാല്യൂ അസ്യൂം ചെയ്യണം. ക്വസ്റ്റ്യനിൽ ലൈവ് ലോഡ് തരാത്തത് കൊണ്ട് അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഗിവ് ഓൺ ഡേറ്റാസൊക്കെ എഴുതുക. ഫസ്റ്റ് സ്റ്റെപ്പ് ഡിറ്റർമിനേഷൻ ഓഫ് സ്ലോപ്പ് ഡിറ്റർമൈൻ ചെയ്യുക. തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഹൈറ്റ് ബൈ സ്പാൻ ബൈ 2. ഹൈറ്റ് 5 meterഉം സ്പാൻ 20 meterഉം ആണ്. ഓക്കെ, ഹൈറ്റും സ്പാനും ശ്രദ്ധിക്കുക. ഇത് ട്രസ്സിൻ്റെ ഹൈറ്റും സ്പാനും ആണ്. ട്രസ്സിൻ്റെ ഹൈറ്റ് 5 meter ആൻഡ് സ്പാൻ ഓഫ് ട്രസ് 20 meter. ഓക്കെ, ഇതാണ് ട്രസ്സിൻ്റെ സ്പാൻ, ഇത് പേളിൻ്റെ സ്പാൻ. ഓക്കെ, ഇത് ട്രസ്സിൻ്റെ സ്പാൻ,
ഇത് പേളിൻ്റെ സ്പാൻ. ഓക്കെ, അതേപോലെ തന്നെ ഇത് പേളിൻ്റെ സ്പേസിങ്, ഇത് ട്രസ്സിൻ്റെ സ്പേസിങ്. സ്പേസിങ് ഓഫ് ട്രസ്, സ്പേസിങ് ഓഫ് പേളിൻ. ഓക്കെ, ക്ലിയർ? സോ നമുക്ക് തീറ്റയുടെ വാല്യൂ 26.56 എന്ന് കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് മൊമെൻ്റ് ഓരോ കമ്പോണൻസ്, ലോഡ് കമ്പോണൻസും മൊമെൻറ്റിൻ്റെ കമ്പോണൻസും ഷിയർ ഫോഴ്സിൻ്റെ കമ്പോണൻസും കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ലോഡ്, ഷീറ്റിൻ്റെ ലോഡ് തന്നിരിക്കുന്നത് 171 Nm/m² ആണ്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. തന്നിട്ടില്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഡിസൈൻ ലോഡ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഏത് വാല്യൂ, AC ഷീറ്റാണോ GI ഷീറ്റാണോ എന്ന് നോക്കി അതും തന്നിട്ടില്ലെങ്കിൽ അസ്യൂം ചെയ്യുക നിങ്ങൾ ഏതെങ്കിലും ഒരു ഷീറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വേണം എഴുതാനെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതേപോലെ വേണം ഇവിടെയും ചെയ്യാൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പക്ഷേ നിങ്ങൾക്ക് ഡെഡ് ലോഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഷീറ്റിൻ്റെ. സോ അത് ഡയറക്റ്റ് എഴുതുക. അഗെയിൻ സെൽഫ് വെയ്റ്റ് ഓഫ് പേളിൻ നിങ്ങൾക്ക് ഒന്നെങ്കിൽ അത് 100 to 120 ഒരു വാല്യൂ എഴുതാം. ഓക്കെ, അതല്ലെങ്കിൽ ഈ ഡെഡ് ലോഡ് തന്നെ എഴുതാം. ഷീറ്റിൻ്റെ ഡെഡ് ലോഡ് തന്നെ നിങ്ങൾക്ക് പേളിൻ്റെ ഡെഡ് ലോഡായിട്ടും എഴുതാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 ഓപ്ഷനുണ്ട്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചെയ്യാൻ. ഇവിടെ ഞാൻ ഈ ഷീറ്റിൻ്റെ അതേ ഡെഡ് ലോഡ് തന്നെയാണ് ഇവിടെയും എടുത്തിരിക്കുന്നത്. പേളിൻ്റെ ഡെഡ് ലോഡും ഷീറ്റിൻ്റെ ഡെഡ് ലോഡും ഒരേ വാല്യൂ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് ഡെഡ് ലോഡ് ഓഫ് ഷീറ്റ് ആൻഡ് ഇത് ഡെഡ് ലോഡ് ഓഫ് പേളിൻ. അപ്പോൾ ടോട്ടൽ ലോഡ് എന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മ്. ഓക്കെ, 2 × 171 ആണ് ടോട്ടൽ ലോഡ്. അപ്പോൾ ഇത് Nm/m². നമുക്ക് ഇതിനെ പെർ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതായത് Nm/m കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? സ്പേസിങ് ഓഫ് പേളിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, സോ ടോട്ടൽ ലോഡ് 2 × 171 ഇൻറ്റു സ്പേസിങ്. അഗെയിൻ സ്പേസിങ് മാത്രമായിട്ട് പോരാ, മൾട്ടിപ്ലൈ ചെയ്താൽ പോരാ, നമ്മൾ ഫാക്ടേർഡ് വാല്യൂ ആക്കണം. അതിന് 1.5 വെച്ച് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വാല്യൂവിന് 1.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 718.2 Nm/m എന്ന് കിട്ടും. ഇതിന് kN/m കൺവേർട്ട് ചെയ്യുക. സോ 0.718 kN/m ആണ് W വാല്യൂ, സ്മോൾ w. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതായത് ഡെഡ് ലോഡ് ഓഫ് ഷീറ്റ്, ഡെഡ് ലോഡ് ഓഫ് പേളിൻ, ദെൻ ടോട്ടൽ ലോഡ് അത് Nm/m². Nm/m കൺവേർട്ട് ചെയ്യണം. സോ സ്പേസിങ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. സ്പേസിങ് ഓഫ് പേളിൻ. ഓക്കെ, ദെൻ ഫാക്ടേർഡ് ലോഡ് ആക്കുക. W കിട്ടും. Wനെ 2 കമ്പോണൻസ് ആക്കി എഴുതുക. W cos θ and W sin θ. So Wz is equal to W cos θ and Wy is equal to W sin θ. Okay, then next അപ്പോൾ ഇത് എത്രയാ വാല്യൂസ് എന്ന്? Wz 0.642 എന്നും Wy 0.321 എന്നും കിട്ടും. നമുക്കപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ബീം അസ്യൂം ചെയ്തിട്ട് Mzഉം Myയും കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ ഈ L വാല്യൂ എന്ന് വെച്ചാൽ പേളിൻ്റെ ലെങ്ത് ആണ് L വാല്യൂ. ഓക്കെ, സോ ദിസ് ഈസ് ദി L. അല്ലാതെ നിങ്ങൾ ഈ ഒരു വാല്യൂ എഴുതരുത്. ഓക്കെ, ദാറ്റ് ഈസ് റോങ്. ഇതെന്ന് വെച്ചാൽ ട്രസ്സിൻ്റെ സ്പാനാണ്. നമുക്ക് ഇവിടെ വേണ്ടത് പേളിൻ്റെ സ്പാനാണ്. ഓക്കെ, പേളിനിൽ ഉള്ള മൊമെൻ്റാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പേളിൻ്റെ ലെങ്ത്ത് വെച്ച് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. സോ 4.5² / 8. 4.5 ആണ് പേളിൻ്റെ ലെങ്ത്ത്. ക്ലിയർ? അതേപോലെ Myയും കിട്ടും. 0.321 × 4.5² / 8. സോ 0.812 kN/m. Mzഉം Myയും കിട്ടി. നെക്സ്റ്റ് Fzഉം Fyയും കാൽക്കുലേറ്റ് ചെയ്യുക. Wz L/2 and Wy L/2. സോ Fzഉം Fy വാല്യൂസും 1.44 kN എന്നും 0.722 kN എന്നും കിട്ടും. അടുത്തത് നമ്മൾ സെക്ഷൻ ചൂസ് ചെയ്യുക. അപ്പോൾ ഏറ്റവും മിനിമം നമ്മൾ ചൂസ് ചെയ്യേണ്ട സെക്ഷൻ ISMC 125 ആണ്. അപ്പോൾ ഇവിടെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാത്തതുകൊണ്ട് നിങ്ങളെപ്പോഴും ലോവർ ISMC 125 വെച്ച് തന്നെ എടുക്കുക. ഓക്കെ, സോ ISMC 125 വെച്ച് നിങ്ങൾ സെക്ഷൻ ചൂസ് ചെയ്യുക. കാരണം പേളിൻ സെക്ഷനാണ്, വി ക്യാൻ അഡോപ്റ്റ് 125. ആൻഡ് സോ 125ൻ്റെ വാല്യൂസൊക്കെ നോട്ട് ചെയ്യുക. സോ ISMC 125 നിങ്ങൾ IS 800 നോക്കുക.
Okay, IS 800. Okay, IS 800-ൽ നിങ്ങൾക്ക് ആ വാല്യൂ കിട്ടും ISMC 125. Okay, so area 1619 centimeter square. Then you will get the other details. Height 125, 65, 8.15. Okay, പിന്നെ നമുക്ക് വേണ്ട വാല്യൂസ് എന്ന് വെച്ചാൽ ഇതിൽ മിനിമം വാല്യൂ വേണം, ആർ മിനിമം വേണം. ദെൻ ഇസഡ് പി ഇസഡും ഇസഡ് ഇ ഇസഡ് വാല്യൂസും വേണം. ഓക്കെ, അപ്പോൾ ഇത്രയും വാല്യൂസ് നിങ്ങൾ പേജ് നമ്പർ 140 IS 800 പേജ് 140-ൽ നിന്ന് ഈ വാല്യൂസ് ഒക്കെ എടുത്ത് എഴുതുക. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടാത്ത വാല്യൂസാണ് IZZ വാല്യൂവും അതുപോലെ തന്നെ റേഡിയസ് അറ്റ് റൂട്ടും. ഈ രണ്ട് വാല്യൂസും SP6-ൽ നിന്ന് എഴുതുക. ഓക്കെ, സോ നമുക്ക് സെക്ഷൻ്റെ ഡീറ്റെയിൽസ് എഴുതുക. ആൻഡ് thickness of web, thickness of flange, width, then h, area, ZPZ, ZEZ, IZZ and radius at root. ഓക്കെ, അപ്പോൾ ഇതിൽ ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ D ആണ്, അതായത് ഡെപ്ത് ഓഫ് വെബ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇതൊരു C സെക്ഷനാണ്, ചാനൽ സെക്ഷനാണ്. സോ ഈ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടത്, ടോട്ടൽ ഹൈറ്റിൽ നിന്ന് ഈ രണ്ട് ഫ്ലാഞ്ച് തിക്നെസ് മൈനസ് ചെയ്യുക. 2 times thickness of flange മൈനസ് ഈ റൂട്ടും മൈനസ് ചെയ്യുക, 2 times റൂട്ട്. ഓക്കെ, സോ ഇത് രണ്ടും മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് D വാല്യൂ ഡെപ്ത് ഓഫ് വെബ് കിട്ടും. സോ ഡെപ്ത് ഓഫ് വെബ് എഴുതാം. ഓക്കെ, അത് നിങ്ങളിവിടെ എഴുതി വെക്കുക നമുക്ക്, കാരണം സെക്ഷൻ ക്ലാസിഫിക്കേഷനിൽ ആവശ്യമായിട്ട് വരും. സോ നെക്സ്റ്റ് ഇസ് ചെക്ക് ഫോർ ഷിയർ. ചെക്ക് ഫോർ ഷിയർ IS 800 2007 ക്ലോസ് 8.4-ൽ ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ VDZ ആണെങ്കിൽ നമ്മൾ ഷിയർ ഏരിയ എന്ന് വെച്ചാൽ വെബിൻ്റെ ഏരിയയാണ് H×TW. ആൻഡ് VDY ആണെങ്കിൽ ഇവിടെ ഫ്ലാഞ്ചിൻ്റെ ഏരിയ വേണം എടുക്കാനായിട്ട്. ഓക്കെ, സോ ഇത് വെച്ചിട്ട് VDZ കിട്ടും. VDZ ഷാൽ ബി ഗ്രേറ്റർ ദാൻ FZ ആൻഡ് VDY ഷാൽ ബി ഗ്രേറ്റർ ദാൻ FY. ഓക്കെ, അപ്പോൾ ഒത്തിരി വലിയ വാല്യൂസാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടും. സോ അത് സേഫാണ്. നെക്സ്റ്റ് സെക്ഷൻ ക്ലാസിഫൈ ചെയ്യുക. അപ്പോൾ ഇത് റോൾഡ് സെക്ഷനാണ് നമ്മൾ എടുക്കുന്നത്, വെൽഡ് ചെയ്യുന്നതല്ല, ഇത് റോൾഡ് സെക്ഷനാണ്. സോ റോൾഡ് സെക്ഷനിൽ സെക്ഷൻ ക്ലാസിഫിക്കേഷൻ B/TFും D/TWയും കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ B/TF 8.02 എപ്സിലോൺ എന്ന് കിട്ടും. ആൻഡ് 8.02 എന്ന് കിട്ടും, വിച്ച് ഇസ് ലെസ് ദാൻ 9.4 എപ്സിലോൺ. ആൻഡ് D/TW 17.96 എന്ന് കിട്ടും, വിച്ച് ഇസ് ലെസ് ദാൻ 84 എപ്സിലോൺ. ഓക്കെ, അപ്പോൾ ഇത് സെക്ഷൻ പ്ലാസ്റ്റിക് സെക്ഷനാണ്. ഓക്കെ, സോ റോൾഡ് സെക്ഷൻ വേണം എടുക്കാൻ. 9.4 എപ്സിലോൺ ആണെങ്കിൽ പ്ലാസ്റ്റിക്. ആൻഡ് അതുപോലെ വെബിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ D/TW ഓക്കെ, വെബ് 84 എപ്സിലോണിനേക്കാളും ലെസ്സാണ്. സോ ഈ രണ്ട് വാല്യൂസ് നമുക്ക് എടുക്കാം. ഓക്കെ, അതായത് പ്ലാസ്റ്റിക് സെക്ഷനിലാണെന്ന് പറയാം. ക്ലിയർ? സോറി, ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. വെബ് ഓഫ് ചാനലാണ് എടുക്കേണ്ടത്. ഓക്കെ, സോ I സെക്ഷൻ ആണെങ്കിലാണ് നമ്മൾ 84 എന്ന് നോക്കേണ്ടത്. വെബ് ഓഫ് ചാനൽ സെക്ഷൻ 42 എപ്സിലോൺ ആണ്. ഓക്കെ, സോ മേക്ക് ദാറ്റ് ചേഞ്ച്. ആ ഒരു ചേഞ്ച് നിങ്ങൾ വരുത്തിയേക്കുക. അതായത് നമുക്കിവിടെ വേണ്ടത് വെബ് ഓഫ് ചാനൽ 42 എപ്സിലോണിനേക്കാളും കുറവാണെങ്കിൽ ഇറ്റ് വിൽ ബിലോങ് ടു സെക്ഷൻ 1 ക്ലാസ് 1 പ്ലാസ്റ്റിക്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത വാല്യൂ ഇവിടെ ഷുഡ് ബി ലെസ് ദാൻ 42 എപ്സിലോൺ എന്ന് എഴുതുക. ഓക്കെ, ഈ ഒരു ചേഞ്ച് വരുത്തുക. എങ്ങനെയാണെങ്കിൽ സെക്ഷൻ ഇസ് പ്ലാസ്റ്റിക്. സോ നെക്സ്റ്റ് ഇസ്, അപ്പോൾ പ്ലാസ്റ്റിക് സെക്ഷൻ ആണെങ്കിൽ βBയുടെ വാല്യൂ 1 ആണ്. ഇനി നമുക്ക് എന്താ ഡിറ്റർമൈൻ ചെയ്യേണ്ടത്, MDZഉം MDYയും വാല്യൂസും ഡിറ്റർമൈൻ ചെയ്യണം. ഓക്കെ, സോ MDZ വാല്യൂ കിട്ടുന്നത്
ഇസഡ് പി ഇസഡ് എഫ് വൈ ബൈ ഗാമ എം നോട്ട്. ഇസഡ് പി ഇസഡ് വാല്യൂ നമുക്ക് IS 800 നിന്ന് പേജ് 140 നിന്ന് കിട്ടും, ആ ടേബിളിൽ നിന്ന്. അതുപോലെ വാല്യൂ എം ഡി ഇസഡ് കാൽക്കുലേറ്റ് ചെയ്യുക. എം ഡി ഇസഡ് ഷാൽ ബി ഗ്രേറ്റർ ദാൻ എം ഇസഡ്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ 1.2 ഇസഡ് ഇസഡ് എഫ് വൈ ബൈ ഗാമ എം നോട്ടിനേക്കാളും ലെസ് ആയിരിക്കണം. ഓക്കെ, അതും പ്രൂവ് ചെയ്തു. ഓക്കെ, ഇസഡ് ഇസഡിൻ്റെ വാല്യൂ 66.6 ഇൻറ്റു 10⁻³ ദെൻ എം ഡി വൈ കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് ഇസഡ് പി വൈ എന്ന് വെച്ചാൽ ബി സ്ക്വയർ ടി എഫ് ബൈ 2. ഓക്കെ, ബി എന്ന് വെച്ചാൽ വിഡ്ത്ത്, ദെൻ ടി 8.1. ഓക്കെ, സോ ഇത് ഇസഡ് പി വൈയുടെ വാല്യൂ കിട്ടും. വൈയുടെ വാല്യൂ കിട്ടിയാൽ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വൈയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആൻഡ് ഫൈൻഡ് എം ഡി വൈ. എം ഡി വൈ ഷാൽ ബി ഗ്രേറ്റർ ദാൻ എം വൈ. ഓക്കെ, ആൻഡ് ഫൈനലി നമ്മൾ ഈ ഒരു ഇതും കൂടെ പ്രൂവ് ചെയ്യുക. സെക്ഷൻ 9 ക്ലോസ് 9.3.1.1 ഇതിൻ്റെ ബേസിക്, ഓക്കെ, അതിൻ്റെ ബേസിക് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ ബേസ് ഇക്വേഷനാണ് ഇത്. സോ എം വൈ ബൈ എം ഡി വൈ പ്ലസ് എം ഇസഡ് ബൈ എം ഡി ഇസഡ് ഷാൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. സോ ഇവിടെ പ്രൂവ് ചെയ്തു, ഹെൻസ് ഇറ്റ് ഇസ് സേഫ്. നെക്സ്റ്റ് ഇസ് വിൻഡ് സക്ഷൻ ചെക്ക് ചെയ്യുക. അതിന് നമുക്ക് വിൻഡ് ലോഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1.2 എന്ന്. അതുപോലെ ഡെഡ് ലോഡ്, ഫാക്ടേർഡ് ഡെഡ് ലോഡ് വാല്യൂ എത്രയായിരുന്നു? 0.718. കാരണം ഇവിടെ ഡെഡ് ലോഡ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ അല്ലേ. സോ അതുകൊണ്ട് 0.718 ഡയറക്റ്റ്ലി എടുക്കാം. ആൻഡ് ഫാക്ടേർഡ് വിൻഡ് ലോഡ്, ഫാക്ടേർഡ് ലോഡ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വിൻഡ് ലോഡെന്ന് മാത്രം, അതിനെ ഫാക്ടേർഡ് ആക്കാൻ വിട്ടുപോകരുത്. അതുപോലെ തന്നെ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലായിരിക്കും തന്നിരിക്കുന്നതെങ്കിൽ അതിന് ന്യൂട്ടൺ പെർ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? പേർളിൻ, സ്പേസിംഗ് ഓഫ് പേർളിൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, സോ 1.5 ആൻഡ് സ്പേസിംഗ് ഓഫ് പേർളിൻ ക്വസ്റ്റ്യനിൽ 1.4 തന്നിട്ടുണ്ട്. സോ നമുക്ക് വിൻ ലോഡ് കിട്ടും. ഓക്കെ, ഫാക്ടേർഡ് വിൻ ലോഡ് കിട്ടി, ഫാക്ടേർഡ് ഡെഡ് ലോഡ് കിട്ടി. നമ്മുടെ ഇക്വേഷൻ ഉണ്ട് ഡബ്ല്യു ഇസഡും ഡബ്ല്യു വൈ. ഓക്കെ, ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് എ വാല്യൂ ലൈക്ക് ദിസ്. ഡബ്ല്യു ഇസഡും ഡബ്ല്യു വൈ വാല്യൂസും കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടത്? എം ഇസഡും ഈ വാല്യൂസ് ഡബ്ല്യു ഇസഡും ഡബ്ല്യു വൈ വാല്യൂസ് വെച്ചിട്ട്, അതായത് പുതിയ ഇത് വേറെ വാല്യൂസ് ആണ്, നമ്മൾ സ്റ്റെപ്പ് 2 കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂസ് അല്ല, ഇത് ഡിഫറെൻറ്റ് വാല്യൂസ് ആണ്. ഇതിൽ വിൻലോഡും കൂടെ പരിഗണിച്ചിട്ടുള്ള ഒരു വാല്യൂ ആണിത്, ഡബ്ല്യു ഇസഡും ഡബ്ല്യു വൈയും. സോ അത് വെച്ചിട്ട് എം ഇസഡ് ആൻഡ് എം വൈ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ എം ഇസഡ് ഡബ്ല്യു ഇസഡ് എൽ സ്ക്വയർ ബൈ 8 ആൻഡ് എം വൈ ഡബ്ല്യു വൈ എൽ സ്ക്വയർ ബൈ 8. എൽ സ്ക്വയർ ഇവിടെ സെയിം തന്നെ, അതായത് പേളിൻ്റെ സ്പാൻ ആണ്. ആൻഡ് എം വൈ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ നമ്മൾ എം ഡി ഇസഡ് എം ഡി വൈ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെയാണ് ഡിഫറൻസ് വരുന്നത്. എം ഡി ഇസഡ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കെ എൽ ബൈ ആർ കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് എഫ് ബി ഡി വേണം. ഓക്കെ, അതിനാണ്. സോ എഫ് ബി ഡി വാല്യൂ വേണം. സോ അതിന് വേണ്ടി എന്ത് ചെയ്യണം? കെ എൽ ബൈ ആർ കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ കെ എൽ ബൈ ആറിൽ കെ എന്ന് വെച്ചാൽ ചാനൽ സെക്ഷൻ ആണെങ്കിൽ 1.2 ആണ്. ക്വസ്റ്റ്യനിൽ ഐ സെക്ഷൻ എന്നാണ് പറയുന്നതെങ്കിൽ കെ ഈക്വൽ ടു 1. ഓക്കെ, ഐ സെക്ഷന്. ദെൻ എൽ എന്ന് വെച്ചാൽ 4.5. ആർ എന്ന് വെച്ചാൽ മിനിമം റേഡിയസ് ഓഫ് ഗൈറേഷൻ, നമ്മൾ നേരത്തെ എഴുതിയിരുന്നു ടേബിളിൽ നിന്ന്. ഓക്കെ, സോ കെ എൽ ബൈ ആർ നിങ്ങൾക്ക് കിട്ടും 281.28 എന്ന വാല്യൂ ആണ് കെ എൽ ബൈ ആർ മിനിമം കിട്ടുന്നത്. ഇനി നമുക്ക് വേണ്ട വാല്യൂ എച്ച് ബൈ ടി എഫിൻ്റെ വാല്യൂ ആണ്. എച്ച് തന്നിട്ടുണ്ട് 125, ടി എഫും 8.1 എന്ന് നമ്മൾ ടേബിളിൽ നിന്ന് ഈ രണ്ട് വാല്യൂസും കിട്ടിയിരുന്നു. സോ എച്ച് ബൈ ടി എഫ് 15.43 എന്ന് കിട്ടും. അപ്പോൾ ഇത് ഈ രണ്ട് വാല്യൂസും ഉണ്ടെങ്കിൽ ടേബിൾ 14 എടുക്കുക. ഓക്കെ, സോ ദിസ് ഇസ് ടേബിൾ 14. അപ്പോൾ ഈ ടേബിൾ 14 നമുക്ക് കെ എൽ ബൈ ആർ വാല്യൂ എച്ച് ബൈ ടി എഫ് വാല്യൂ ഉണ്ടെങ്കിൽ, ഓക്കെ, കെ എൽ ബൈ ആർ വരുന്നത് ഈ കെ എൽ ബൈ ആർ വരുന്ന റേഞ്ചും അതുപോലെ എച്ച് ബൈ ടി എഫ് വരുന്ന റേഞ്ചും നിങ്ങൾ അല്ല രണ്ട് വാല്യൂസും എഴുതുക. നമുക്ക് ഇൻ്റർപോളേറ്റ് ചെയ്ത് വേണം കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ,
സോ KL/R 281 എന്നാണ്. അപ്പോൾ നമുക്ക് 280യും 290ക്കും ഇടയ്ക്കുള്ള വാല്യൂസാണ് 281. ഓക്കെ, അപ്പോൾ ഈ രണ്ട് വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള H/TF 15.53 ആണ്. അപ്പോൾ അത് 14ൻ്റെയും 16ൻ്റെയും ഇടയ്ക്കാണ്. ഓക്കെ, സോ ഈ വാല്യൂസൊക്കെ നമ്മൾ എടുത്ത് എഴുതുക. അതായത് ഇതിൽ നിന്ന് ഈ വാല്യൂ ഇതും ഈ 4 വാല്യൂസ് നമുക്ക് കിട്ടുന്ന വാല്യൂസാണ്. ഓക്കെ, ഇത്രയും വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസാണ്. ഇനി നമ്മൾ ഇൻ്റർപോളേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്ക് ആദ്യം ഇൻ്റർപോളേറ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക, അതുപോലെ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ബിറ്റ്വീനുള്ള വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഈ വാല്യൂ ആയിരിക്കും FCR. ഓക്കെ, അഗെയിൻ FCR കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടേബിൾ 13 എടുക്കുക. നിങ്ങൾ ടേബിൾ 13ൽ FCR വാല്യൂ 115 ആണെങ്കിൽ ആൽഫ LT റോൾഡ് സെക്ഷൻ്റെ ആൽഫ LT വാല്യൂ 0.21 ആണ്. ഓക്കെ, സോ FCR 115, ആൽഫ 0.215, FY 250. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള FBD വാല്യൂ വേണം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ അവിടെയും വീണ്ടും ടേബിൾ 13 ആണ് എടുക്കേണ്ടത്. ഓക്കെ, ടേബിൾ 13ൽ ഈ വാല്യൂസ് ഇൻ്റർപോളേറ്റ് ചെയ്തിട്ട് FBD വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. സോ FBD വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അത് MDZലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 86.52 ആണ് FBD വാല്യൂ കിട്ടുന്നത്. ആൻഡ് MDZലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് 6.67 kN/m എന്ന് കിട്ടും. ആൻഡ് ഈ വാല്യൂ ഷാൽ ബി ഗ്രേറ്റർ ദാൻ MZ ആൻഡ് ദിസ് വാല്യൂ MDY ഷാൽ ബി ഗ്രേറ്റർ ദാൻ MY. ഇവിടെ MDY എന്ന വാല്യൂ എന്ന് വെച്ചാൽ ദറ്റ് ഇസ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത സെയിം വാല്യൂ തന്നെയാണ്. ഓക്കെ, കാരണം എന്തായിരുന്നു? ലോഡ് കമ്പോണൻറ്റ് Y കമ്പോണൻറ്റ് DL സൈൻ തീറ്റ തന്നെയാണ്, അതിന് ചേഞ്ചസ് ഒന്നുമില്ല. Then finally check MZ by MDZ plus MY by MDY less than or equal to 1. ചെക്ക് ചെയ്യുക. ഫൈനൽ സ്റ്റെപ്പ് ഇസ് ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ. ഡിഫ്ലക്ഷൻ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് മാക്സിമം വാല്യൂ 5/384 WZ L raised to 4/3/EI. അപ്പോൾ ഇതിൽ WZ എന്ന് വെച്ചാൽ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത WZ വാല്യൂ ആണ് WZ. ഓക്കെ, ആൻഡ് IZ വാല്യൂ ആണ് IZ എന്നിവിടെയുള്ളത്. Then calculate the permissible deflection. Permissible deflection L/50 ആണ്. ആ വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നത് ടേബിൾ 6ൽ ആദ്യം തന്നെ പേളിൻസ് ലൈവ് ലോഡ് ഓർ വിൻ ലോഡിന് ഓക്കെ ഇലാസ്റ്റിക് ക്ലാഡിങ്, ബ്രിട്ടിൽ ക്ലാഡിങ്. അപ്പോൾ ഇത് ഇലാസ്റ്റിക് ക്ലാഡിങ് ആണ് ചൂസ് ചെയ്തത്. ഓക്കെ, സ്പാൻ by 150. Okay, so you will get the value span by 150 ചെയ്യുക 30 എന്ന് കിട്ടും. സോ പെർമിസിബിളിനേക്കാളും കുറവാണ് മാക്സിമം അതിൽ വരുന്നത്, അതുകൊണ്ട് തന്നെ സേഫ് ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ദി ഡിസൈൻ പ്രോബ്ലം ഫോർ പേളിൻസിൻ്റെ ഐ സെക്ഷനും ഇതുപോലെ തന്നെ സിമിലർ ആണ്. ആകെ കുറച്ച്, അതായത് K വാല്യൂ ഡിഫറെൻറ്റ്, KL/R മിനിമത്തിൽ K വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ളതേ ഉള്ളൂ. ബാക്കിയെല്ലാം പിന്നെ നിങ്ങൾ സെക്ഷൻ ക്ലാസിഫൈ ചെയ്യുമ്പോഴും നോക്കുക. അതല്ലാതെ ബാക്കി എല്ലാം സെയിം സ്റ്റെപ്സ് തന്നെയാണ് ഐ സെക്ഷനിലും.